ഹലോ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെന്തൊക്കെ വിശേഷം. അപ്പോളേ വെയിറ്റിംഗ് ട്രിപ്പിലാണ്. രാവിലെ പുലച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 4 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. വണ്ടി വെയിറ്റിങ്ങിലാണ്. മരം മുറിക്കാൻ വേണ്ടി വന്നതാണ്. മരം മുറിച്ചിട്ട് മരം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ കൊടിഞ്ഞി പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ വെറുതെ ഇരുന്ന് കണ്ട് കുറച്ച് സമയം ഇവിടെ കിടന്നുറങ്ങി. ഈ വൈബിൽ ഈ ബെഞ്ചിൽ കിടന്നുറങ്ങി. ഒന്നും നോക്കിയില്ല. കിടന്നുറങ്ങിയിട്ട് ചുറ്റുപാടൊക്കെ ബഹളം നടക്കുന്നുണ്ട്. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ നല്ല ഉറക്കമുറങ്ങി. ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ പോയി. അപ്പോൾ ഞാൻ ഹാങ് ഓവറിലാണ്, ഉറക്കത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. അപ്പോൾ ചുമ്മാ ഒരു ഷോട്ട് ഇടാം എന്ന് വിചാരിച്ചു. സുഖസുന്ദരമായ ഉറക്കം കിട്ടി. ആരും എഴുന്നേറ്റ് പോകാനൊന്നും പറഞ്ഞില്ല. സന്തോഷം. റമദാൻ അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് പോകണം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സകാത്ത് കൊടുക്കാൻ കഴിവുള്ളവർക്ക് കൊടുക്കുക. നന്നായിട്ട് തന്നെ, മോശമാക്കണ്ടാരും. നമ്മുടെയൊക്കെ നാട്ടിൽ വയ്യാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ തന്നെ നമ്മളെ അറിയപ്പെടുന്ന 2 പേര് സുഖമില്ലാതിരിക്കുന്ന സമയമാണിപ്പോൾ. നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന സാധുക്കളായ ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുമ്പോൾ അവരുടെ പിള്ളേരും മാനസികമായിട്ട് വിഷമത്തിലായിരിക്കും, കുടുംബമൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വാപ്പുട്ടി എന്ന് പറയും, കരിങ്കൽ കെട്ടുകാരനാണ്. എല്ലാ പണിക്കും പോകുന്ന ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരെ സുഖമില്ലാതിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ നാട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഫാമിലിക്ക് വേണ്ടി ചെയ്യണം. അതുപോലെ വേറെ 1-2 പേരൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടെത്തണം. അതുപോലെ ഈ കോട്ടേഴ്സിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്, കുട്ടികൾ സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ മാമ്പുഴയിൽ കോട്ടേഴ്സിൽ തന്നെ ഉണ്ട് താമസിക്കുന്നവർ, സുഖമില്ലാത്ത കുട്ടികളുമായിട്ടൊക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ തിരഞ്ഞു പിടിച്ച് നമ്മൾ കണ്ടെത്തി കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും റബ്ബ് നല്ലത് ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യം, അതിനുള്ള സൗഭാഗ്യങ്ങളൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.